Now illustration number 32. ദീപക് എല്ലാവരും ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കാം. ദീപക് ഒരു എംപ്ലോയി ആണ് എടാ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതൊന്നും നമുക്ക് സാർ ഹീസ് ആൻ എംപ്ലോയി, യെസ്. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇവരുമായിട്ട്, യെസ്. അത്രയേ ഉള്ളൂ. ബേസിക് സാലറി അതേപടി എഴുതാം. ഡിയർനെസ് അലവൻസ് എഴുതണം. ഓൺ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേറ്റഡ് ഓൺ ബേസിക് സാലറി 20. ഓൺ കോൺട്രിബ്യൂഷൻ എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലല്ലേ? ആണ്. RPF നമ്മൾ ഓൾറെഡി പറഞ്ഞു, എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാണ്. എംപ്ലോയറെ കോൺട്രിബ്യൂഷൻ ടു RPF 20,160. അത് നമ്മൾ ഓൾറെഡി ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ എക്സസ് ഓഫ് 12% നമുക്ക് ടാക്സ് കൊടുക്കണം. സോ ഇതിന് കാൽക്കുലേഷൻ വേണം. ഇൻട്രസ്റ്റ് ഓൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 8.5%. 9.5% വരെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സോ 8.5% നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കണ്ട. അതും ഇവിടെ എഴുതണേ മക്കളെ. ഇവിടെ എഴുതിയിട്ട് നില്ലെന്ന് കാണിക്കാം. ബോണസ് ടാക്സബിൾ ആണ്. സോ 12,000 ഇവിടെ എഴുതാം. അടുത്തത്, he was provided with small car for which employer paid all the running and maintenance expense. So എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഹി വാസ് പ്രൊവൈഡഡ് വിത്ത് കാർ. സോ കാർ ആരതാ? എംപ്ലോയറത്. കാർ ആരതാ? എംപ്ലോയറത്. കാറിൻ്റെ എക്സ്പെൻസ് ആരാ മീറ്റ് ചെയ്യുന്നത്? എംപ്ലോയർ തന്നെ. കാർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? പാർട്ട്ലി ഫോർ പേഴ്സണൽ ആൻഡ് പാർട്ട്ലി ഫോർ ഓഫീസ് പർപ്പസ്. ഓക്കെ, വേറെ ഒന്നും പറയുന്നില്ലല്ലോ. ഡ്രൈവറെ കൊടുത്തെന്നൊന്നും പറയുന്നില്ലല്ലോടാ, ഒന്നും പറയുന്നില്ല. ഇനി എന്ത് കാറാ? സ്മോൾ കാർ. സ്മോൾ കാർ ആണെങ്കിൽ ടാക്സബിൾ വാല്യൂ 1800 × 12. എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത്. ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്തും കൂടെ വരും. ബട്ട് ഇവിടെ ഡ്രൈവറെ കാര്യം പറയുന്നില്ല. സോ കാറിൻ്റെ ടാക്സബിൾ വാല്യൂ 1800 × 12 ഇവിടെ എഴുതിയത് കാണാം. കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. നൗ നെക്സ്റ്റ്, ഹി വാസ് പ്രൊവൈഡഡ് വിത്ത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. RFA ഉണ്ട്. സോ RFA എന്ന് എഴുതി വെക്കുക. കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അറ്റ് മുംബൈയിലാണ്. ഫോർ വിച്ച് എംപ്ലോയർ പെയ്ഡ് ദ റെൻറ്റ്. അപ്പം എംപ്ലോയർ വാടക എടുത്തിട്ടാണ് ഇയാൾക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. സോ കണ്ടീഷൻ ഇസ് 15% ഓഫ് ദ സാലറി ഓർ റെൻറ്റ് പെയ്ഡ് വിച്ച് എവർ ഇസ് ലെസ് ആയിരിക്കും ടാക്സബിൾ വാല്യൂ. അതും നമ്മൾ കണ്ടുപിടിക്കും. സോ നമ്മളിവിടെ RFA എന്ന് എഴുതിയിട്ട് സ്പേസ് അവിടെ ലീവ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത എഴുതാം. മിസ്റ്റർ ദീപക് വാസ് അലൗഡ് ദ യൂസ് ഓഫ് റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷണർ കോസ്റ്റിംഗ് 8,000. ഈ വീട്ടിൽ ഈ 2 ഫർണിച്ചർ ഉണ്ട്. അതിൻ്റെ 2ൻ്റെയും കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 10% കണ്ട് ആഡ് ചെയ്യണം. ഈ ഫ്രണ്ടിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ. പിന്നെ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നത് നമുക്കത് ആവശ്യമില്ല. നമുക്ക് കോസ്റ്റിൻ്റെ മേലെയാണ് 10% കാണേണ്ടത്. ഓക്കെ, ആ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 12,000 പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓൺ ദ പോളിസി ഓഫ്. ഓക്കെ, ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിൽ ടാക്സബിൾ അല്ല. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ടാക്സബിൾ ആണ്. സോ അതിവിടെ ടാക്സബിലിറ്റീൻ്റെ കൂട്ടത്തിൽ എഴുതണം. പ്രൊഫഷണൽ ടാക്സ് ഉണ്ട് ഇവിടെ. അത് എംപ്ലോയി ആണ് പേ ചെയ്തിരിക്കുന്നത്. ഹീ പെയ്ഡ് എന്ന് പറഞ്ഞ എംപ്ലോയി. സോ ഇവിടുന്ന് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. സോ വി വാണ്ട് ടു ഡു 2 കാൽക്കുലേഷൻ. ഒന്ന് ദിസ് വൺ, RPFിലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ആദ്യം ചെയ്യാം. സോ ഇവിടെ 12% ഓഫ് സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാലറി ഇൻക്ലൂഡ്സ് ഇത്. പിന്നെ ഫോമിംഗ് പാർട്ടാണെങ്കിൽ ഇവിടെ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ടൊന്നുമല്ല. കമ്മീഷൻ ഉണ്ടോ? ഇല്ല. സോ സാലറി എന്ന് പറഞ്ഞാൽ ഇത് മാത്രം വരും. ഏതിൻ്റെ കേസിൽ? RPFിൻ്റെ കേസിൽ. സോ RPFിൻ്റെ കേസിൽ ഇതാണ് നമ്മളെ സാലറി, 1,44,000. ഇതിൻ്റെ 12% കണ്ടു നോക്കുക. സോ ഇതിൻ്റെ 12% 17,280 കിട്ടും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 20,160 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഈസ് 20,160. എത്രയേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെയാ ടാക്സബിൾ ഇല്ലാത്തത്? 17,280 വരെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പം ബാക്കി എത്ര? 28,80. ഇത്രയും ഭാഗത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അത് നിങ്ങൾ ആ വർക്കിംഗ് നോട്ടിൽ അത് കാണിച്ചതിന് ശേഷം ഈ ഒരു എമൗണ്ട് ഇവിടെ എഴുതുക. എന്നിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 1 എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഇനി RFAൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ RFA എത്തുമ്പോഴേക്ക് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു എമൗണ്ട് വെച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. അപ്പം RFAൻ്റെ സമയത്ത് സാലറി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പം ഇത് വരും
DA വരുമായിരുന്നു ഫോമിംഗ് പാർട്ടാണെങ്കിൽ. സോ ഇതിൽ ഇല്ല. ബോണസ് വരും. എംപ്ലോയർ കാറ് വരൂല, പെർക്വിസിറ്റ്സ് ആണ്. ഓക്കെ. LIC പ്രീമിയം വരൂല. എന്തിലോട്ടെങ്കിലും പോളിസി പോലത്തെ അതൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. LIC പ്രീമിയം വരൂല ബിക്കോസ് ഇറ്റ് ഇസ് എ പെർക്വിസിറ്റ്സ്. LIC പ്രീമിയം വരൂല. ഞാൻ LIC പ്രീമിയം ഒന്നല്ലല്ലോ ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് വെച്ചാൽ LIC പ്രീമിയമാണ് ഇവിടെ സ്ട്രൈക്ക്. ഓക്കെ. സോ ഇതൊഴിച്ച് ബാക്കി എല്ലാവർക്കും കിട്ടുക. സോ LIC പ്രീമിയം എടുക്കണ്ട ബിക്കോസ് ഇറ്റ് ഇസ് എ പെർക്വിസിറ്റ്സ്. വേറെ ഒന്നുമില്ല, വേറെ ഒരു ഐറ്റവും ഇല്ല. ഇങ്ങനെ വേണേ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ. വേറെ ഒരു ഐറ്റവും ഇല്ല. സോ ഇത് രണ്ട് മാത്രം വരും. എന്തിൽ? റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ സമയത്ത് സാലറിയിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിലെ റൂൾ എന്താ? റെൻറ്റ് പേ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ റെൻറ്റ് പെയ്ഡ് കാണാം. അപ്പോൾ 1250 ഇയർ മന്ത് ഒന്നും തന്നിട്ടില്ല. 1250 × 12. സോ 15,000 അല്ലെങ്കിൽ 15% ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ കാണാം സാലറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ 15% കാണാം. ഓക്കെ. അല്ലെങ്കിൽ 15,000 വിച്ച് എവർ ഇസ് ലെസ്. സോ ഇവിടെ ലെസ് വരുന്നത് ഈ 15,000 ആണ്. അത് റെൻറ്റ് പെയ്ഡ്. ആ 15,000 ഇവിടെ എഴുതുക. അതിൻ്റെ കൂടെ ഫർണിച്ചർ ഉള്ളത് കൊണ്ട് അതിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യണം 10%. കോസ്റ്റ് 8,000 ഉണ്ട്, 12,000 ഉണ്ട്. AC യും കൊടുത്തിന്, റെഫ്രിജറേറ്ററും കൊടുത്തിന്. അപ്പോൾ ഇതിൻ്റെ 10% 800, ഇതിൻ്റെ 10% 1,200. അങ്ങനെ 2,000 രൂപ ഇവിടെ ആഡ് ചെയ്യുക. 17,000 രൂപയായിരിക്കും നമ്മുടെ RFൻ്റെ വാല്യൂ. ഓക്കെ. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക. സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു തന്നു. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 32 വേറെ ഒന്നും പറയാനില്ല. ഓവർ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 33 ഇനി മുതൽ അങ്ങോട്ട് ഞാൻ പറയാത്ത മാത്രം എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. ബിക്കോസ് അറിയാമെന്ന് വിചാരിക്കുന്നു. ബേസിക് പേ നിങ്ങൾക്ക് അറിയാം. ബോണസ് 6 മന്ത് പേ. അപ്പം ഇതൊരു മാസത്തേക്കാണ്. അപ്പോൾ × 6 ചെയ്ത് 6 മാസത്തെ കിട്ടും. സോ അതിവിടെ എഴുതണം. ട്രാവലിംഗ് അലവൻസ് ഫോർ ടൂറാണ്. ടൂറിനുള്ളത് നോട്ട് ടാക്സബിൾ ആണ്. സോ നമ്മൾ നിൽ റേറ്റ് എടുക്കൂല. ഇവിടെ എഴുതണേ. ഇവിടെ എഴുതിയിട്ട് നില്ലെന്നാ എഴുതുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അത് എഴുതണം എന്ന് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടല്ലേ. അതായത് നിങ്ങൾക്കതിങ്ങനെ എഴുതി വരുമ്പോൾ അതിങ്ങനെ മനസ്സിൽ തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതണം എന്ന് പറയുന്നത് കേട്ടോ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ടാക്സബിൾ ആണ്. × 12 ചെയ്യുക. കമ്മീഷൻ ഈക്വൽ ടു 4 മന്ത് പേ. സോ 30,000 × 4 കമ്മീഷൻ. പിന്നെ ഫ്രീ ഫർണിഷ്ഡ് ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടേഴ്സോ ഹൗസോ ഫ്ലാറ്റോ എന്തായി കഴിഞ്ഞാലും റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാറ്റഗറിയിലാണ് വരിക. അതിൻ്റെ റെൻ്റൽ വാല്യൂ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. RFA ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ നോക്കണം, ഒന്നും പറയുന്നില്ല. പിന്നെ നോക്കേണ്ടത് എംപ്ലോയിൻ്റെ ഓൺ ഹൗസ് ആണോ എംപ്ലോയി റെൻറ്റിന് വാങ്ങിച്ചതാണോ എന്നാ. ഓക്കെ. ദ ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. ഹൗസ് ആരുടേതാണ്? എംപ്ലോയർ. അപ്പോൾ ഇതാണ് കാറ്റഗറി. ഇതാണെങ്കിൽ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യണം അല്ലേ. സോ പോപ്പുലേഷൻ ഇൻ ദ സിറ്റി 15 lakh ആണ്. സോ നമ്മളെ സ്ലാബ് വരിക 7.5% ഓഫ് 10% ഓഫ് സാലറി അല്ലേ. രണ്ടാമത്തെ സ്ലാബിലെ വരെ 10% ഓഫ് സാലറി. പിന്നെ അതും RFA എന്ന് എഴുതുക. ഇവിടെ സ്ഥലം ഇങ്ങനെ ഒഴിച്ചു വിടുക. എല്ലാം ചെയ്തതിന് ശേഷം മാത്രം RFAൻ്റെ ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്തത് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അതിൻ്റെ കൂടെ തന്നെ വരുന്നത്. അപ്പോൾ RFA കാണുക. കോസ്റ്റ് ഓഫ് ഫർണിച്ചറിൻ്റെ 10% കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണം. ഹി ഗെറ്റ് ഫ്രീ ലഞ്ച് വർത്ത് 60 per meal ഫോർ 300 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ. സോ ഒരു മീലിന് 60 രൂപ വെച്ചിട്ട് അയാൾക്ക് 300 ദിവസം കിട്ടിയിട്ടുണ്ട് ഫ്രീ മീൽ. നമുക്കറിയാം 50 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. 50 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ടാക്സബിൾ പോർഷൻ 10 രൂപ മാത്രമാണ്. ഫ്രീ മീലിൻ്റെത് പെർക്വിസിറ്റ്സിൽ നമ്മൾ പഠിച്ചതാണ്. 50 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. സോ 60 രൂപയാണ് ഇവിടെ ഒരു മീലിൻ്റെ വില. അപ്പോൾ 10 രൂപ മാത്രമാണ് ടാക്സബിൾ. സോ 10 × എത്ര ദിവസം അയാൾ ഈ ഫെസിലിറ്റി കിട്ടിയത്? 300. സോ 3000 ആയിരിക്കും ലഞ്ചിൻ്റെ. ലഞ്ച് ഒരു പെർക്വിസിറ്റ്സ് ആണ്, അലവൻസ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ഹി ക്ലെയിംസ് ടു ഡിഡക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഇൻകേർഡ് ബൈ. ഓക്കെ. ഇയാൾക്ക് ഇലക്ട്രിസിറ്റിയും വാട്ടർ ചാർജും ഉണ്ടായിട്ടുണ്ട് 12,000. സോ ഇയാൾ അതെന്ത് ചെയ്യുന്നു? അതിന് ഡിഡക്ഷൻ തരണമെന്ന് ഇൻകം ടാക്സിനോട് പറയുന്നു. തരുമോ? ഇല്ല. എന്തിനു മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 3 സാധനങ്ങൾക്കും. അതും എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ അതിന് ടാക്സസ് എക്സംഷൻ കിട്ടൂ. സോ ദിസ് ഇസ് നോട്ട് ടാക്സബിൾ. ഇനി ഈ 12,000 ഈടെ എഴുതണോ ടാക്സബിലിറ്റിയിൽ എഴുതണോ? നിങ്ങൾ തന്നെ ആലോചിക്ക്.
ആര് ചിലവാക്കിയ പൈസയാ? അത് നമ്മളെ എംപ്ലോയർ ചിലവാക്കിയ പൈസയാണ്. ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടച്ചു. അത് ടാക്സബിൾ ആണോ? അത് എംപ്ലോയർ ആണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ടാക്സബിലിറ്റിയിൽ വരും. ബട്ട് ദിസ് എംപ്ലോയി സ്വന്തം കീശയിൽ നിന്ന് എടുക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നത്, അതിന് എംപ്ലോയി ടാക്സ് കൊടുക്കണോ? വേണ്ട. ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ബട്ട് ഇവിടെ നമുക്ക് അലൗഡ് ചെയ്ത ഡിഡക്ഷനിൽ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി സ്പെൻഡ് ഫോർ ദ കസ്റ്റമർ ഓഫ് ദ എംപ്ലോയർ. എങ്ങനെ ചിലവാക്കി എന്നുള്ളത് ഒരു വിഷയമല്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഡിഡക്ഷൻ വരിക ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രം. ഹിസ് കോൺട്രിബ്യൂഷൻ ടു കമ്പനീസ് RPF ഇസ് 1000 പെർ മന്ത്. എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ, അനിലിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. സോ നോട്ട് ടാക്സബിൾ. എംപ്ലോയറും ഈക്വൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയർ ഈക്വൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 1000 പെർ മന്ത് ആണ്. സോ 12 മാസത്തേക്ക്. സോ 12,000 റുപ്യ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? എംപ്ലോയർ. കമ്പനി എന്ന് എഴുതുവാണേ. കമ്പനിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 12% വരെ എക്സംഷൻ കിട്ടും. അപ്പോൾ സാലറി നോക്കുക. സാലറിയിൽ നമ്മുടെ ബേസിക് പേ പ്ലസ് മറ്റേ DA ഫോമിംഗ് പ്ലസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. 3,60,000 12% കാണാം. ഓക്കെ, 43,200 വരെ അയാൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ എത്രയേ ഉള്ളൂ? 12,000. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ അത് കാണാത്തത്. സോ ഇൻട്രസ്റ്റ് 9.5% വരെ എക്സംപ്റ്റഡ് ആണ്. ഇവിടെ 9.5. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ വേണം RFIൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ. RFIൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ സാലറി ഞാനിവിടെ പറയാം. സാലറിയിൽ എന്തൊക്കെ വരും എന്ന് നോക്കാം. ബേസിക് പേ വരും, ബോണസ് വരും, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരും, എല്ലാ അലവൻസും വരും. ടാക്സബിൾ പോർഷൻ മാത്രം ഇവിടെ വരുന്ന മാത്രം. കമ്മീഷൻ വരും. ലഞ്ച് വരാത്തത് അത് പെർക്വിസിറ്റ്സ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലഞ്ച് ഈ ഒരു സാധനം അലവൻസ് വല്ലതും ആണെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യണം. ബട്ട് വരാത്തത് പെർക്വിസിറ്റ്സ് ആയതുകൊണ്ട് പെർക്വിസിറ്റ്സ് RFIൻ്റെ ടൈമിൽ സാലറീൻ്റെ ഭാഗമല്ല. അപ്പോൾ 1, 2, 3, 4 ഇത് 3 ആഡ് ചെയ്താൽ 6,90,000 കിട്ടും. അതിൻ്റെ 10% പ്ലസ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 1,20,000ൻ്റെ 10%. അങ്ങനെ ഇത് കിട്ടും. ഓക്കെ, ബാക്കി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഡിഡക്ഷൻ ഒന്നുമില്ല. നൗ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇല്ലുസ്ട്രേഷൻ നമ്പർ 32. നമ്പറിൻ്റെ പ്രോബ്ലം ഉണ്ട്. 33 കഴിഞ്ഞിട്ട് പിന്നെയും 32 ഉള്ളത്. സോ ഇത് ഹോട്ടൽ അക്കോമഡേഷൻ്റെ പ്രോബ്ലം ആണ്. സോ ഹോട്ടൽ അക്കോമഡേഷനിൽ പ്രൊവൈഡ് ചെയ്ത ട്രാൻസ്ഫറിൻ്റെ സമയത്താണെങ്കിൽ 15 ദിവസം വരെ ടാക്സ് എക്സംഷൻ കിട്ടും. 15 ദിവസത്തിൽ കൂടുതൽ ഹോട്ടലിൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് താമസിച്ചാലോ അല്ലെങ്കിൽ എനി അതർ കേസ് ട്രാൻസ്ഫർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കേസിന് എംപ്ലോയി പോയിട്ട് ഹോട്ടലിൽ താമസിക്കുക, അതിൻ്റെ പൈസ എംപ്ലോയറാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ 24% ഓഫ് ദ സാലറി കാണാം. അല്ലെങ്കിൽ ആക്ച്വൽ ഹോട്ടലിൽ കൊടുത്ത ബില്ല് വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും നമ്മുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. ഈ 24% ഓഫ് സാലറി ഒക്കെ കാണുമ്പം എത്ര ദിവസം ഹോട്ടലിൽ താമസിച്ച് അതിന് കണക്കായിട്ട് സാലറിയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. സോ ആ ഒരു റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ് ഇവിടെ കാണാൻ പറ്റുക. മിസ്റ്റർ മനോജ്, ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്യുക. മിസ്റ്റർ മനോജ് ആൻഡ് എംപ്ലോയി TCSൽ വർക്ക് ചെയ്യുന്ന ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് ട്രാൻസ്ഫേർഡ് ഫ്രം ചെന്നൈ ടു മുംബൈ. കമ്പനി അറേഞ്ച് ഹിം ഹോട്ടൽ സ്റ്റേ ഓഫ് 50 days. സോ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത് 50 days ആണ്. സോ ഇറ്റ് ഈസ് ബിയോണ്ട് 15. സോ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെട്ട് 24 ഈ ഒരു കാറ്റഗറിയിലോട്ട് പോയി. 24% ഓഫ് ദ സാലറി ഓർ ആക്ച്വൽ ബിൽ ചാർജ് എന്നുള്ള കാറ്റഗറിയിലോട്ട് പോയി. 50 days thereafter he was shifted to a house owned by the company. After 50 days ആണ് ഇയാൾ ഹൗസിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഇഫ് എനി. ടാക്സബിൾ വാല്യൂ കാണണം. റൂം റെൻറ്റ്, ഹോട്ടലിൻ്റെ റെൻറ്റ് തന്നിട്ടുണ്ട് 2,000 രൂപയാണ് ഒരു ദിവസത്തേക്ക്. സാലറി ഇയറിലാണ് തന്നിരിക്കുന്നത് 7,30,000. ക്ലിയർ? ഇനി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. ഒരു പോയിന്റും കൂടെ ഉണ്ട്. ദ എംപ്ലോയർ റിക്കവേർഡ് ₹200 പെർ ഡേ ഫ്രം മിസ്റ്റർ മനോജ്. എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് എമൗണ്ട് തിരിച്ച് റിക്കവർ ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യണം. കാൽക്കുലേഷൻ നോക്കിക്കോ. 24% ഓഫ് സാലറി ആണ്. സാലറി എടുക്കുമ്പം ഇവിടെ സാലറി തന്നിരിക്കുന്നത് ഇയർലി സാലറിയാണ്. നമുക്ക് 50 ദിവസത്തെ കാര്യം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാലറി 7,30,000 365 ദിവസത്തേക്കാണ്. നമുക്ക് എത്ര ദിവസത്തേ വേണ്ടു? 50. സോ ഇങ്ങനെയാണ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 365 ചെയ്താൽ ഒരു ദിവസത്തേക്ക് കിട്ടും. ഇൻറ്റു 50 ചെയ്താൽ 50 ദിവസത്തേക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് 10,000 ആണ്. 10,000 കിട്ടും. ഈ 10,000ൻ്റെ 24% വേണം കാണാൻ. സോ 10,000ൻ്റെ 24% എന്ന് പറഞ്ഞാൽ
ഓക്കെ. സോ സോറി, നോട്ട് 10,000, 1,00,000. സോ 24,000 വരും ഇവിടെ, 1,00,000ൻ്റെ 24%. സോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓർ ഹോട്ടൽ ബിൽ വിച്ച് എവർ ഇസ് ലെസ്, അതൊക്കെ ഇവിടെ എഴുതിയേക്കണേ. ഹോട്ടൽ ബില്ല് നമുക്ക് തന്നിരിക്കുന്നത് 200 പെർ ഡേ ആണ്. അപ്പോൾ ഹോട്ടൽ ബില്ല് 50 ദിവസം കൊടുത്തിട്ടുണ്ട്. 200 2,000. സോ 50 ദിവസം കൊടുത്തിട്ട് 2,000 × 50 1 lakh വരും. സോ വിച്ച് എവർ ഇസ് ലെസ്, ഇതിൽ ലെസ് ഏതാ? 24,000. അപ്പോൾ ഇതായിരിക്കും ടാക്സബിൾ വാല്യൂ ഓഫ് ഹോട്ടൽ അക്കോമഡേഷൻ, 24,000. ഇതിൽ നിന്ന് എമൗണ്ട് ആ എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച എമൗണ്ട് ലെസ് ചെയ്യണം. എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് 200 രൂപ പെർ ഡേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം 50 ദിവസത്തേക്ക് 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും. സോ 14,000 രൂപയാണ് ടാക്സബിൾ വാല്യൂ. കണ്ടല്ലോ? സോ എഴുതുക കേട്ടോ, അത് ചെയ്യുക, അത് വളരെ ഈസി അല്ലേ. നെക്സ്റ്റ് ഇലുസ്ട്രേഷൻ നമ്പർ 34. മിസ് റാണി, an officer of RIL Limited, a public limited company, get a salary of 1 lakh per month plus DA at the rate of 20%. So monthly salary കൊടുത്തത് ഇയർലി ആക്കുക, DA ഇതിൻ്റെ 20%. സോ ഇയർ ആക്കുക ചെയ്യുക. ഹീ ഈസ് ഗിവൺ എ ലക്ഷറി കാർ, ലാർജ് ലക്ഷറി കാർ. സോ ലാർജ് കാർ കൊടുക്കുന്നതെന്ന് പറയുന്നു ബിഗ് കാർ. പിന്നെന്താ പറയുന്നത് നോക്കാം. ഹീ ഈസ് ഗിവൺ എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ കാറാ? എംപ്ലോയറിൻ്റെ കാർ, കമ്പനീൻ്റെ കാർ. യൂസ് ഫോർ ഒഫീഷ്യൽ ആസ് വെൽ ആസ്, സോ പാർട്ട്ലി ഫോർ ഓഫീസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ. കമ്പനി മീറ്റ് ദ കാർ എക്സ്പെൻസ്. സോ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതും കമ്പനി. ഡ്രൈവറിനും സാലറി കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് കണ്ടീഷൻ. കാറ് ബിഗ്, എംപ്ലോയർ കാറ് എംപ്ലോയർ മീറ്റ് ചെയ്യുന്നത് പാർട്ട്ലി ഫോർ ബിസിനസ് പ്ലസ് ഡ്രൈവർ. അപ്പോൾ ബിഗ് കാർ ആണെങ്കിൽ ടാക്സബിലിറ്റി 2,400 പ്ലസ് മന്ത്, അല്ല 2,400 പെർ മന്ത്. അപ്പോൾ ഇൻറ്റു 12 900 ഡ്രൈവർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഡ്രൈവറിന് എത്ര സാലറി കൊടുത്തു എന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് റൂൾ പ്രകാരം ഇത്രയുമാണ് നമുക്ക് അലൗ ചെയ്തിരിക്കുന്നത്. സോ 39,600 കിട്ടും വാല്യുവേഷൻ ഓഫ് കാർ. അപ്പോൾ കാറിൻ്റെത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഡ്രൈവറുടെ സാലറി എത്രയാണെന്ന് നോക്കണ്ടേ. റൂളിലുള്ള ഡ്രൈവറിൻ്റെ സാലറി വേണം ഇവിടെ ടാക്സബിൾ വാല്യൂ ആയിട്ട് എടുക്കാൻ. A provident fund is also maintained by the company which is recognized. So recognized provident fund in the treatment already 100 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് ഇതിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ടെന്നൊന്ന് നോക്കാം. For the year ended 31st March 2001, employer contribution and employee contribution amount to 1,20,000. സോ നിങ്ങൾ എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ എടുക്കുക വേണ്ട. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്ത് നോക്കണം? 12% ഓഫ് സാലറി കാണാം. 12% ഓഫ് സാലറിയിൽ പെടുക. ഫോമിംഗ് പാർട്ടാന്നൊന്നും പറയുന്നില്ല. സോ 1,20,000ൻ്റെ ഇവിടെ തന്നിട്ടുണ്ടടാ. 10% ആണ് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 12% വരെ നമുക്ക് എന്താണ് എക്സംഷൻ കിട്ടും. സോ അത് ഫുള്ളി പറ്റും. ഇൻട്രസ്റ്റ് 80,000 വാസ് ക്രെഡിറ്റഡ് ടു ഹർ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 9.5. 9.5 വരെ എക്സംഷൻ. ഇവിടെ 12 വരെ, ഇവിടെ 9.5. സോ ഇത് രണ്ടും എടുക്കുന്നില്ല. As per the terms of the service, Mr. Rani is required to entertain the official client. So അതിനുവേണ്ടി എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുന്നു. സോ ഇതും ടാക്സബിൾ ആണ്. 3,000 × 12 ടാക്സബിൾ. കമ്പനി അവൾക്ക് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുക്കുന്നു. പോപ്പുലേഷൻ 15 ലക്ഷമുള്ളൊരു സിറ്റിയിലാണ് കൊടുക്കുന്നത്. മന്ത്ലി റെൻറ്റിനെടുത്തിട്ടാണ് കൊടുക്കുന്നത്. സോ മന്ത്ലി റെൻറ്റിനെടുക്കുമ്പോൾ RFൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണോ? RFൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും ടാക്സബിൾ വാല്യൂ അല്ലേ. 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്, അതിൽ ലീസ്റ്റ് എടുക്കുക, അതായിരിക്കും ടാക്സബിൾ വാല്യൂ. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% ആഡ് ചെയ്യണം. ഇനി റെൻറ്റ് നേരിട്ട്, ഫർണിച്ചറിൻ്റെ റെൻറ്റ് നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടാണ് ഇവിടെ 10%-ന് പകരം ആഡ് ചെയ്യേണ്ടത്. സോ അത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ. സോ ഇവിടെ 20,000 റെൻറ്റിന് പേ ചെയ്യുന്നുണ്ട്. മന്ത്ലി റെൻ്റാണ്. സോ അതിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. 50% ഓഫ് RF എപ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിവിടെ കാൽക്കുലേറ്റ് ചെയ്യരുത്. അവസാനം മാത്രമേ ചെയ്യുക. ഇതിവിടെ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്തിട്ട് അടുത്തത് വായിക്കാം. അടുത്തത് ഞാൻ വായിച്ചപ്പം ഓക്കെ, ഇവിടെ ഫേർണിച്ചറിൻ്റെ കാര്യം റെൻറ്റിനെടുത്തു എന്ന് പറയുന്നുണ്ട്. ഫർണിച്ചറിൻ്റെ കോസ്റ്റും തന്നിന്. അങ്ങനെ റെൻറ്റ് നേരിട്ട് തരുവാണെങ്കിൽ ഈ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഇതെടുത്താൽ മതി. ഞാനിപ്പോൾ അത് മാത്രം ചെയ്ത് കാണിക്കും. ഷി വാസ് ഓൾസോ പ്രൊവൈഡഡ് വിത്ത് എ ഗാർഡനർ ഫോർ ദ അപ്കീപ്പ് ഓഫ് ദ ഗാർഡൻ ടു ഹൂം കമ്പനി ഗാർഡനറിന്
പൈസ കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഗാർഡനറിന് പൈസ കൊടുത്താൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആണ്. ഇവൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണോ റാണി? യെസ്, ബിക്കോസ് സാലറിൻ്റെ ലിമിറ്റ് 50,000 പെർ ആനം കഴിഞ്ഞാൽ അയാൾ സ്പെസിഫൈഡ് എംപ്ലോയോ. സോ ദിസ് ഇസ് ടാക്സബിൾ. സോ 2,500 into 12 ഗാർഡനർ സാലറി ടാക്സബിൾ. പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, ഷീ പെയ്ഡ്, റാണിയാണ് പേ ചെയ്യുന്നത്. സോ ഷീ ക്യാൻ ക്ലെയിം എക്സംഷൻ. അപ്പോൾ ഇവിടെ RFAൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇതെവിടെ നോക്കിക്കോ, 15% ഓഫ് സാലറി കാണാം, എന്നിട്ട് ആക്ച്വൽ റെൻറ്റും കാണുക. റെൻ്റ് എന്ന് പറയുന്നത് 20,000 into 12, ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. സോ ഫുൾ എടുക്കുക. ഇതും കാണുക, ഇതും കാണുക. ഇതിലേറ്റവും ലീസ്റ്റ് എടുക്കുക, അതായിരിക്കും ടാക്സബിൾ വാല്യൂ. ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഫർണിച്ചറിൻ്റെ 10%, കോസ്റ്റിൻ്റെ 10% ആഡ് ചെയ്യും. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ റെൻ്റ് ഓഫ് ദ ഫർണിച്ചർ, ആ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫർണിച്ചറോ അല്ല എന്താണോ എക്യുപ്മെൻറ്റ്, അതിൻ്റെ റെൻറ്റ് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് റെൻ്റ് ആയിരിക്കണം. കോസ്റ്റിൻ്റെ 10% ആ ഒരു സമയത്ത് കാണേണ്ടതില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ റെൻറ്റ് പേ ചെയ്തത് 2,30,000 കിട്ടും. 15% ഓഫ് സാലറി എന്തെല്ലാം നോക്കാം. സാലറി ഇത് വരും, DA വരൂല, ഫോമിംഗ് പാർട്ടായിരിക്കണം. അപ്പോൾ ഇത് വരും. കാറ് വരൂല, കാറ് പെർക്വിസിറ്റ്സ് ആയതുകൊണ്ട് കാർ എടുക്കരുത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരും, ഇത് നമ്മൾ സാലറി ഓഫ് ദ ഗാർഡനർ പെർക്വിസിറ്റ്സ് ആണ്. സോ അതുകൊണ്ട് ഇതും വരൂല. അപ്പോൾ സാലറി ഇൻക്ലൂഡ്സ് ഈ രണ്ടെണ്ണം. ഓക്കെ. സോ 12,00,000 36,000 ആണ് സാലറി. ഓക്കെ. ഇതിൻ്റെ 15% കാണാം. ഇതിലും ഏതാണ് ചെറുത് നോക്കുക. അപ്പോൾ ഇതാണ് ചെറുത്, 15%. സോ അതിവിടെ എഴുതുക. പ്ലസ് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആണ്. ബട്ട് ഇവിടെ റെൻറ്റ് നേരിട്ട് തന്നതുകൊണ്ട് 24,000 വേണം ഇവിടെ ചെയ്യാൻ. സോ ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യാം. നൗ നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 35.